Good morning everyone. So നമ്മൾ തേർഡ് മോഡ്യൂൾ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. തേർഡ് മോഡ്യൂളിൽ എന്താ സെൻട്രോയിഡ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ സെൻട്രോയിഡ് എന്താണ്, സെൻട്രോയിഡ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താ, സെൻട്രോയിഡാണ്. അപ്പോൾ സെൻട്രോയിഡ് എന്തായിരുന്നു, ഇപ്പോൾ നിങ്ങളൊരു പ്ലാനാർ ഒരു ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയയുടെ ജോമെട്രിക്കൽ സെൻറ്ററിനെയാണ് എപ്പോഴും എന്ത്, സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ സെൻട്രോയിഡ് ഈസ് റെപ്രസെൻറ്റ് അല്ലെങ്കിൽ ഡിനോട്ടഡ് ബൈ ജി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് എന്ത്, സെൻട്രോയിഡ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഒരു പർട്ടിക്കുലർ റെഫറൻസ് ആക്സിസ് നിന്ന്, എക്സ് ആൻഡ് വൈ ആക്സിസ് നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഈ ഒരു പോയിൻ്റ് എന്നുള്ളതാണ് സെൻട്രോയിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് നമ്മളെപ്പോഴും സെൻട്രോയിഡ് പറയുന്നത്. ഒരു പോയിൻ്റ്, ഒരു പർട്ടിക്കുലർ പോയിൻറ്റിനെയാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ദാറ്റ് പോയിൻ്റ് എന്താണ്, ഒരു ബോഡിയുടെ ജോമെട്രിക്കൽ സെൻറ്ററാണ് ആ പോയിൻ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആ ബോഡിയുടെ എൻറ്റയർ ലോഡ് ഏത് പോയിൻറ്റിലാണോ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്, അസംഷനാണ് ഒരു ബോഡിയുടെ എൻറ്റയർ ലോഡ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2D ഒബ്ജക്ട്സിന്, ദാറ്റ് ഈസ് നമ്മൾ റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, ഇങ്ങനെയുള്ള 2D ഒബ്ജക്റ്റ്, ദാറ്റ് ഈസ് 2 ഡയമെൻഷണൽ ഒബ്ജക്ട്സിന് സെൻട്രോയിഡ് എന്ന് പറയുന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ 3D ഒബ്ജക്ട്സ് എന്ന് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നും പറയും. ഇപ്പോൾ രണ്ട് ടേമും ഈക്വൽ തന്നെയാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുവാണ് ഡിറ്റർമിൻ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഗിവൺ ബോഡി എന്ന് പറഞ്ഞിരിക്കുവാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, ആ ബോഡിയുടെ സെൻട്രോയിഡ് പൊസിഷൻ ചെയ്യാൻ അല്ലെങ്കിൽ സെൻട്രോയിഡ് ഡിറ്റർമിൻ ചെയ്യാനാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. സോ മൊമെൻറ്റ് ആൻഡ് ഇനേർഷ്യ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയേണ്ടത് ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ടേം നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ നമുക്കൊരു ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇന്നതാണ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് മൊമെൻറ്റ് എന്താണെന്നും നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇനേർഷ്യ എന്താണെന്നും അറിയാം. ഈ രണ്ട് ടേമിൻ്റെയും എന്താണ് സെപ്പറേറ്റ് മീനിങ് നമുക്കറിയാം. സോ മൊമെൻ്റ് എന്ന് വെച്ചാൽ എന്താ, മൊമെൻ്റ് നമ്മൾ എപ്പോഴും പറയുന്ന ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഒരു പോയിൻ്റ് റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ ഒരു പോയിൻ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന എഫക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, മൊമെൻ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റൊട്ടേഷൻ ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു സം പോയിൻറ്റ്. ഒരു ബോഡി ഒരു പോയിൻറ്റിനെ വിത്ത് റെസ്പെക്ട് ടു എന്താണ് റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. സോ റൊട്ടേഷൻ ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു സം റെഫറൻസ് പോയിൻറ്റ് ഈസ് മൊമെൻറ്റ്. ആൻഡ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താ, റെസിസ്റ്റൻസ് ടു മോഷന് റെസിസ്റ്റ് ചെയ്യുന്ന ടേമാണ് എന്ത്, ഇനേർഷ്യ എന്ന് പറയുന്നത്. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും, റെസിസ്റ്റൻസ് എഗൻസ്റ്റ് റൊട്ടേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഒരു ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇത്രയാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ആ ബോഡിക്ക് റൊട്ടേഷൻ എഫക്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ അത്രയും കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മെഷീനിൽ നിങ്ങളെ മെഷീൻ്റെ ഒരു പാർട്ട് നിങ്ങൾക്ക് തന്നിരിക്കുവാണ്. ഈ പാർട്ടിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്രയുണ്ടെന്ന് നോക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു റൊട്ടേഷൻ എഫക്റ്റ് കൊടുക്കുവാണ്. ആ ഒരു ക്രാങ്ക് ആണെന്നിരിക്കട്ടെ, ആ ക്രാങ്കിൽ ഞാൻ റൊട്ടേഷൻ എഫക്റ്റ് കൊടുക്കുവാണ്. ബട്ട് ഈ ഒരു ഷാഫ്റ്റോ ക്രാങ്കോ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് എഫക്റ്റ് ആ ഒരു ക്രാങ്കിന് ഉണ്ടാകുന്നില്ല. ദാറ്റ് ഈസ് അതിൻ്റെ മീനിങ് എന്താണ്, ആ ക്രാങ്കിന് റൊട്ടേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ആ കേപ്പബിലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേമാണ് എന്ത്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ദാറ്റ് ഈസ് ഇനേർഷ്യ എഗൻസ്റ്റ് മൊമെൻറ്റ്, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് എഗൻസ്റ്റ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് മൂവ്മെൻറ്റ് എഗൻസ്റ്റ് ദ റൊട്ടേഷൻ. റെസിസ്റ്റൻസ് എഗൻസ്റ്റ് റൊട്ടേഷൻ ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ നിങ്ങൾക്കൊരു പീസ് ഓഫ് പേപ്പർ തന്നിരിക്കുവാണ്. ഇതിൽ ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി എന്ത് ചെയ്യും, ആ പേപ്പർ ട്വിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ പേപ്പറിന് റൊട്ടേഷൻ എഫക്റ്റ് ഉണ്ടാവും, ബെൻഡ് ചെയ്ത് പോവും. സോ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്, ഒരു പേപ്പറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വളരെ കുറവാണ്. ദാറ്റ് ഈസ് അതിന് റൊട്ടേഷനെ അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ബട്ട് നിങ്ങളൊരു ബുക്ക് എടുക്കുവാണ്. ഓക്കെ, ഒരു ബുക്ക് നിങ്ങളെ കയ്യിൽ തന്നിരിക്കുവാണ്. പക്ഷേ ബുക്കിന് കമ്പയർഡ് ടു പേപ്പറിനേക്കാളും എന്താണ്
സ്ട്രെങ്ത് കൂടുതലാണ്. സോ ബുക്കിനെ ഞാൻ ടെസ്റ്റ് ചെയ്താൽ നോക്കിയാൽ പേപ്പറിൻ്റെ അത്ര ടെസ്റ്റ് ആയില്ലെങ്കിലും അത് കുറച്ചൊക്കെ ബെൻഡ് ചെയ്യും. ബട്ട് ഞാനൊരു വുഡൻ പാനൽ എടുത്തിരിക്കുവാണ്, അതിന് ഞാൻ റൊട്ടേഷൻ അല്ലെങ്കിൽ അതിനൊരു ട്വിസ്റ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അത് ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ അതിന് റൊട്ടേഷനൊന്നും ഉണ്ടാകത്തില്ല. ദാറ്റ് ഈസ് ആ ഒരു മെമ്പർ എന്താണ്, റൊട്ടേഷനെ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇതൊരു ബുക്കാണ്, ഇതൊരു പീസ് ഓഫ് പേപ്പറാണ്, ഇതൊരു വുഡൻ മെമ്പറാണ്. സോ ഇതിന് ഏറ്റവും കൂടുതൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഏതിനായിരിക്കും, വുഡിനായിരിക്കും. ദാറ്റ് ഈസ് വുഡിനായിരിക്കും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് റൊട്ടേഷൻ കൂടുതൽ ഏതിനായിരിക്കും, വുഡിനായിരിക്കും. ഏറ്റവും കുറവ് ഏതിനായിരിക്കും, പേപ്പറിനായിരിക്കും. ഓക്കെ, സോ this is the concept or this is the significance of moment of inertia. Physical significance ഇതിനാണ് നമ്മൾ moment of inertia പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അല്ലാതെ വെറുതെ നമ്മൾ ആക്ച്വലി ഓരോ പോയിന്റും നമ്മൾ പഠിക്കുന്നത് വെറുതെ അല്ല, ഇത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ഈ എഞ്ചിനീയറിംഗ് ടേംസ് ഓരോന്നും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓരോ ബോഡിയുടെയും ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ബോഡിക്ക് എന്താണ്, റൊട്ടേഷനെ റെസിസ്റ്റ് ചെയ്യാൻ എന്തുമാത്രം കേപ്പബിലിറ്റി ഉണ്ട് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ടേമാണ് എന്ത്, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, സോ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഈസ് മെയിൻലി 2 types: ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആൻഡ് മാസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, സോ ഇനിഷ്യലി നിങ്ങൾക്ക് കുറച്ച് തിയറിയാണ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ടോപ്പിക്സ് ആണ് ഈ പഠിക്കാൻ പോകുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്താണെന്നറിയാം, ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ്, ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് മനസ്സിലായി. ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ 2 എണ്ണം ഉണ്ട്, ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആൻഡ് മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ദെൻ ഈ ഡെഫിനിഷൻസ്, മുന്നോട്ട് പോകുന്ന ഡെഫിനിഷൻസ് എല്ലാം അസംഷൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ എ റെഫറൻസ് ആക്സിസ്. എ ബി എന്ന് പറയുന്ന ഒരു റെഫറൻസ് ആക്സിസ് കൺസിഡർ ചെയ്യുക. ദെൻ ഒരു ഏരിയ എടുക്കുക. സോ ഒരു ഏരിയ ഞാൻ എടുത്തു, ഏരിയ ഈസ് എ ആണ് അതിൻ്റെ ടോട്ടൽ ഏരിയ. ആൻഡ് ഐ ആം ഡിവൈഡിങ് ദിസ് എൻറ്റയർ ഏരിയ ഇൻറ്റു സ്മോൾ സ്ട്രിപ്പായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. ആൻഡ് കൺസിഡർ എ സ്മോൾ എലമെൻ്റൽ സ്ട്രിപ്പ് ഓഫ് ഏരിയ ഡി എ. ദ ഏരിയ ഓഫ് ദാറ്റ് എലമെൻ്റൽ സ്ട്രിപ്പ് ഈസ് ഡി എ. ആൻഡ് ഒരു റെഫറൻസ് ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ്, a perpendicular distance r from the reference axis. റെഫറൻസ് ആക്സിസിൽ r ഡിസ്റ്റൻസ് മാറി ഞാൻ എന്താണ്, ഒരു എലമെൻ്റൽ ഏരിയ എടുത്തു. ആൻഡ് ഏരിയ ഓഫ് ദാറ്റ് എലമെൻറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഡി എ. ഓക്കെ, സോ ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ എന്താണ്, കൺസിഡർ ആൻ ഏരിയ, entire area of that lamina is A, and divide the entire area into small strip, and consider a small elemental area dA at a distance r from the reference axis AB. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഴ്സ് മൊമെൻ്റ് എന്ന് വെച്ചാൽ എന്താ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ ഏരിയയുടെ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏരിയ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, ഏരിയ മൊമെൻ്റ് എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഏരിയ. മൊമെൻ്റ് ഓഫ് ഫോഴ്സ് നമുക്കറിയാം, ഒരു ഫോഴ്സിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആൻഡ് മൊമെൻ്റ് ഓഫ് ദിസ് ഏരിയ, ഈ ഏരിയയുടെ മൊമെൻ്റ് എന്തായിരിക്കും, ദാറ്റ് ഏരിയ ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് r ആണ്. സോ r ഇൻറ്റു ഡി എ. ശ്രദ്ധിച്ചോളുക, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, സോ ഏരിയ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണ് അതിൻ്റെ മീനിങ്. സോ ഏരിയ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എക്സ്പ്ലെയിൻ ചെയ്യാൻ കൺസിഡർ എ ലാമിന ഓഫ് ഏരിയ എ ആൻഡ് ഡിവൈഡ് ദ എൻറ്റയർ ഏരിയ ഇൻറ്റു സ്മോൾ സ്ട്രിപ്പ് ആൻഡ് കൺസിഡർ എ സ്മോൾ എലമെൻ്റൽ ഏരിയ ഡി എ അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദ റെഫറൻസ് ആക്സിസ് എ ബി. ഓക്കെ, ദെൻ ആ ഏരിയയുടെ മൊമെൻ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് moment of area is equal to dA into r, that is area into its perpendicular distance. Okay, so moment of area is dA into r. This term, that is r into dA, is known as first moment of elemental area. First moment of elemental area about the reference axis AB is r into dA. Okay, the second moment of elemental area എന്ന് പറയുന്നത് r into dA is first moment of area into the perpendicular distance r.
that is r square dA is known as second elemental area. So this r square dA എന്ന് പറയുന്നത് എന്താ, ഒരു സ്മോൾ ഏരിയയുടെ സെക്കൻഡ് മൊമെൻ്റ് ആണ്. ഓക്കെ, ഒരു സ്മോൾ ഏരിയയുടെ സെക്കൻഡ് മൊമെൻ്റ് ആണ് ആർ സ്ക്വയർ ഡി എന്ന് പറയുന്നത്. സോ നമുക്ക് എൻ്റയർ ഏരിയ വേണമെങ്കിൽ എന്താ, ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എടുത്താൽ മതി. ഇപ്പം നമുക്കൊരു സ്മോൾ എലമെൻ്റ് സ്ട്രിപ്പിൻ്റെ സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ ആണ് എന്ത്, ആർ സ്ക്വയർ ഇൻറ്റു ഡി എ. ഫോർ ഗെറ്റിംഗ് ദ എൻ്റയർ ഏരിയയുടെ സെക്കൻഡ് മൊമെൻ്റ് ഓഫ് എലമെൻ്റൽ ഏരിയ സെക്കൻഡ് മൊമെൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ. So the integral r square dA is known as moment of inertia. That is second moment of area is known as moment of inertia. It is just a mathematical term ആണ്. Okay, calculation purpose-നുള്ള term ആണ് എന്ത്, moment of inertia എന്ന് പറയുന്നത്. So second moment of area is purely a mathematical term which gives the quantitative estimate of relative distribution of area with respect to some reference axis. So ഇതിനകത്ത് ഏരിയയുടെ ഡിസ്ട്രിബ്യൂഷനാണ് പറയുന്നത് അല്ലേ. ഒരു ഏരിയ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ റെഫറൻസ് ആക്സിസ് എ ബിയിൽ ഞാനൊരു സ്മോൾ സ്ട്രിപ്പ് എടുത്തു ഡി എ, ആൻഡ് ഡി എ ഈസ് പ്ലേസിങ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദി റെഫറൻസ് ആക്സിസ്. ദെൻ ഈ ഏരിയയുടെ സ്മോൾ എലമെൻ്റൽ ഏരിയയുടെ മൊമെൻ്റ് എന്ന് പറയുന്നത് ഡി എ ഇൻറ്റു ആർ ആണ്. സോ ദിസ് ആർ ഇൻറ്റു ഡി എ ഈസ് നോൺ ആസ് ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ, ആൻഡ് സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ ഈസ് ആർ സ്ക്വയർ ഇൻറ്റു ഡി എ. ഇതൊരു എലമെൻ്റൽ ഏരിയയുടെ മൊമെൻ്റ് ആണ്. ഓക്കെ, ദെൻ ഈ എൻ്റയർ പോർഷൻ്റെ വാല്യൂ വേണമെങ്കിൽ ഐ നീഡ് ടു ഇൻ്റഗ്രേറ്റ്. സോ ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എ. സോ ഇതെന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഏരിയ, റിലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏരിയയുടെ റിലേറ്റീവ് ഡിസ്ട്രിബ്യൂഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു സം റെഫറൻസ് ആക്സിസ്. ഓക്കെ, സോ ഇഫ് ആർ ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ആൻ എലമെൻ്റൽ ഏരിയ ഡി എ ഫ്രം എ റെഫറൻസ് ആക്സിസ് എ ബി, then the sum of the term, that is summation of r square dA അല്ലെങ്കിൽ summation of r square dA അല്ലെങ്കിൽ integral r square dA, entire ഏരിയയുടെ സെക്കൻഡ് മൊമെൻറ്റ്. ഓക്കെ, so to cover the entire area is called moment of inertia of the area about the reference axis AB, and moment of inertia is represented as I. I എന്നാണ് moment of inertia represent ചെയ്യുന്നത്. സോ I with respect to moment of inertia with respect to reference axis AB ആണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും, IAB. സോ അപ്പോൾ നമ്മളിപ്പോൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന moment of inertia of AB ആണ്. സോ IAB is equal to integral r square dA. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി. എന്തിനാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്, ഒരു ബോഡിയുടെ റെസിസ്റ്റീവ് പവർ ഡിറ്റർമിൻ ചെയ്യാനാണ്. റൊട്ടേഷൻ എഫക്റ്റിനെ എന്തുമാത്രം റെസിസ്റ്റ് ചെയ്യുന്നു അത് ഡിറ്റർമിൻ ചെയ്യാനാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്നാണ്. ആൻഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് സിംപ്ലി നോൺ ആസ് എന്താണ്, സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ. അതിനെയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ആൻഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IAB is equal to integral r square dA. So moment of inertia is otherwise known as second moment of area or area moment of inertia. So moment of inertia is represented for 2D objects. എന്തുവാണ്, 2-dimensional റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ അങ്ങനെയുള്ള 2-dimensional ഒബ്ജക്ട്സിനാണ് moment of inertia എന്ന് പറയുന്ന ടേം പറയുന്നത്. ദാറ്റ് ഈസ് ഏരിയ moment of inertia ഓർ എന്താണ് സിംപ്ലി moment of inertia. സോ ഒരു ഏരിയ റെപ്രസെൻറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഒരു പ്ലാനാർ ഏരിയ അല്ലെങ്കിൽ 2D ഒബ്ജക്ട്സിനെ റെപ്രസെൻറ്റ് അല്ലെങ്കിൽ 2D ഒബ്ജക്ട്സിന് പറയുന്നതാണല്ലേ 2D ഒബ്ജക്ട്സിൽ വരുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് എന്ത്, നോർമലി നമ്മൾ പറയുന്ന ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, നെക്സ്റ്റ് മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഫോർ 3D ഒബ്ജക്ട്സ്. 3D ഒരു മാസ് ഉള്ള ഒബ്ജക്റ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഫിസിക്കൽ ബോഡി, ദാറ്റ് ഈസ് 3D ഒബ്ജക്ട്സിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നും 2D ഒബ്ജക്ട്സിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നും പറയും. ക്ലിയർ ആണോ? അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓക്കെ ആണല്ലോ. ആ ഡെഫിനിഷൻ അതുപോലെ തന്നെ പഠിച്ച് വയ്ക്കുക. ഓക്കെ, ഇത് നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ എപ്പോഴും ഒരു എക്സാമ്പിൾ ഫിഗർ കാണിച്ച് വേണം പറയാൻ. നെക്സ്റ്റ് വൺ സെൻട്രോയിഡൽ ആക്സിസ്. സെൻട്രോയിഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം,
എന്താണ് ഒരു പ്ലാനാർ ഏരിയയുടെ ജോമെട്രിക്കൽ സെൻറ്ററിനെയാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ജി ഓർ ഡിനോട്ടഡ് ആസ് ജി. ആൻഡ് സെൻട്രോയിഡൽ ആക്സിസ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചായിരുന്നു. സെൻട്രോയിഡിൽ എന്താണ് ദ ആക്സിസ് വിച്ച് ഈസ് പാസിങ് ത്രൂ സെൻട്രോയിഡ്. സെൻട്രോയിഡിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസിനെയാണ് എന്തെന്ന് പറയുന്നത്, സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത്. സോ ജി ആണ് സെൻട്രോയിഡ്, അതിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് സെൻട്രോയിഡൽ ആക്സിസ്. ഓക്കെ, സെൻട്രോയിഡൽ ആക്സിസ്. ഇനി ഈ സെൻട്രോയിഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഐ ജി ആണ്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സെൻട്രോയിഡ്. ഇനി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആക്സിസ് എക്സ് ആക്സിസ് എന്താണ്, സെൻട്രോയിഡ് കൂടി പാസ് ചെയ്യുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എക്സ് ആക്സിസ് ഈസ് ഐ ജി എക്സ് എക്സ് ആൻഡ് വൈ ആക്സിസ് ഈസ് ഐ ജി വൈ വൈ. സോ ദീസ് ടു ആർ ദ സെൻട്രോയിഡൽ ആക്സിസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സെൻട്രോയിഡൽ ആക്സിസ് വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഐ ജി. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് എന്താണ്, ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് നോക്കി. ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ രണ്ട് രീതിയിലുണ്ട്, മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് എന്താണ് ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഫോർ 2D ഒബ്ജക്ട്സ് ആൻഡ് മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഫോർ 3D ഒബ്ജക്ട്സ്. ഓക്കെ, ആൻഡ് മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മളിനി അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. ദാറ്റ് ഈസ് ഒരു പ്ലാനാർ ഏരിയ അല്ലെങ്കിൽ ഒരു 2 ഡയമെൻഷണൽ ഏരിയയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. So area moment of inertia is otherwise known as or simply known as moment of inertia. Okay, and which is equal to integral r square dA with respect to some reference axis വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, moment of inertia പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ സെൻട്രോയിഡ് ആക്സിസ് എന്താണെന്ന് നോക്കി. ദാറ്റ് ഈസ് സെൻട്രോയിഡിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസിനെയാണ് എന്തെന്ന് പറയുന്നത്, സെൻട്രോയിഡൽ ആക്സിസ്. ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സെൻട്രോയിഡൽ ആക്സിസ് ഈസ് ഡിനോട്ടഡ് ആസ് ഐ ജി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്ന ടേമാണ്. ഓക്കെ, ഇതെല്ലാം അസംഷനിൽ ഒരു പർട്ടിക്കുലർ അസംഷനിൽ പോകുന്നതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇപ്പോൾ ശ്രദ്ധിച്ചേ, ഈ രണ്ട് ഫിഗർ വെച്ചിട്ട് നമുക്ക് നോക്കാം. കൺസിഡർ എ റെഫറൻസ് ആക്സിസ്. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഒരു റെഫറൻസ് ആക്സിസ് എടുത്തു. ദെൻ ഒരു പ്ലാനാർ ഏരിയ എടുത്തു. ആൻഡ് ഏരിയ ഓഫ് ദാറ്റ് is represented as A and moment of inertia is represented as I. The moment of inertia of this area is I. അപ്പോൾ നമ്മൾ എന്തെടുത്തു, കൺസിഡർ എ ലാമിന ഓഫ് ഏരിയ എ ആൻഡ് ദാറ്റ് ഏരിയ ഈസ് സ്പേസിങ് അറ്റ് എ ഡിസ്റ്റൻസ്, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം റെഫറൻസ് ആക്സിസ് എ ബി എന്ന് പറയുന്ന റെഫറൻസ് ആക്സിസ് എന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് പ്ലാനാർ ഏരിയ ഇരിക്കുന്നത്. ആൻഡ് ദ ഏരിയ ഓഫ് ദാറ്റ് പ്ലാനാർ portion is capital A, represented as capital A, and the moment of inertia of that area is represented as I. ഇനി നമ്മൾ ഈ ഒരു ഏരിയനെ കംപ്രസ് ചെയ്തു, ഒരു തിൻ പ്ലേറ്റിലോട്ട് കംപ്രസ് ചെയ്തു. അപ്പോൾ ഈ ഏരിയനെ ഒരു തിൻ പ്ലേറ്റിലോട്ട്, ഇത് തിൻ പ്ലേറ്റ് ആണ്. ഓക്കെ, ഒരു തിൻ പ്ലേറ്റ്, ദാറ്റ് പ്ലേറ്റ് ഈസ് പാരലൽ ടു ദ റെഫറൻസ് ആക്സിസ്. റെഫറൻസ് ആക്സിസിന് പാരലായിട്ട് ഈ ഒരു ഏരിയനെ കംപ്രസ് ചെയ്ത് ഒരു തിൻ പ്ലേറ്റ് ആക്കി ഞാൻ മാറ്റി. അപ്പോൾ ഈ സെയിം ഏരിയനെ കംപ്രസ് ചെയ്താണ് ഞാനൊരു തിൻ പ്ലേറ്റ് ആക്കിയത്. സോ ഇതിൻ്റെ ഏരിയ എന്ത് തന്നെയായിരിക്കും, എ തന്നെയായിരിക്കും. ആൻഡ് ഈ തിൻ പ്ലേറ്റിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ ആകണമെങ്കിൽ, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ തന്നെ ആകണമെങ്കിൽ ഈ ഒരു പ്ലേറ്റിനെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, റെഫറൻസ് ആക്സിസ് നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കെയിൽ വേണം പ്ലേസ് ചെയ്യാൻ. ഓക്കെ, ദാറ്റ് കെ ഈസ് നോൺ ആസ്, ദാറ്റ് ടേം കെ ഈസ് നോൺ ആസ് എന്താണ്, ആ ഡിസ്റ്റൻസ് കെയിനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വേറൊന്നുമില്ല, ഒരു പ്ലാനാർ ഏരിയ, ഒരു ഇറഗുലർ ഏരിയ ഉണ്ട്. ആ ഏരിയ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഒരു റെഫറൻസ് ആക്സിസ് ഒന്ന് പ്ലേസ് ചെയ്തിരിക്കുവാണ്. ആൻഡ് ദ എൻറ്റയർ ഏരിയ ഈസ് റെപ്രസെൻറ്റഡ് ആസ് ക്യാപിറ്റൽ എ ആൻഡ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദാറ്റ് ഏരിയ ഈസ് ഡിനോട്ടഡ് ആസ് ഐ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, വി ആർ കംപ്രസിങ് ദിസ് ഏരിയ ഇൻ ടു ഒരു സ്മോൾ എലമെൻറ്റൽസ് ഓർ അല്ലെങ്കിൽ ഒരു സ്മോൾ സ്ട്രിപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഈ ലാർജർ ഏരിയനെ കംപ്രസ് ചെയ്യുവാണ്. സോ ഏരിയ കംപ്രസ് ചെയ്ത ആ ഏരിയനെ എൻറ്റയർ ആയിട്ട് കംപ്രസ് ചെയ്താണ് ഒരു എലമെൻറ്റൽ സ്ട്രിപ്പ് ആക്കുന്നത്. ദാറ്റ് എലമെൻറ്റൽ ഏരിയ ഈസ് പാരലൽ ടു ദ റെഫറൻസ് ആക്സിസ്. റെഫറൻസ് ആക്സിസിന് പാരലായിട്ടുള്ള ഒരു എലമെൻറ്റൽ സ്ട്രിപ്പാക്കി മാറ്റി, ഒരു തിൻ പ്ലേറ്റ് ആക്കി മാറ്റി. സോ അതിൻ്റെ ഏരിയ എ തന്നെ ആയിരിക്കും. ദെൻ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ തന്നെ ആകണമെങ്കിൽ വി നീഡ് ടു പ്ലേസ് ദിസ് തിൻ പ്ലേറ്റ് ഫ്രം എ ഡിസ്റ്റൻസ്
എന്താണ് എ ബി എന്നൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ തന്നെ കിട്ടത്തുള്ളൂ. ആ ഡിസ്റ്റൻസ് ആണ് കെ എന്ന് പറയുന്നത്. ദാറ്റ് കെ ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ അതാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ കൺസിഡർ ആൻ ഏരിയ എ വിച്ച് ഹാസ് എ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ വിത്ത് റെസ്പെക്ട് ടു എന്താ റെഫറൻസ് ആക്സിസ് എ ബി. Then let us assume that ഇതെല്ലാം assumption ആണ്. Let us assume that this area is compressed. ഈ ഏരിയനെ ഞാൻ കംപ്രസ് ചെയ്തു to a thin strip. ആ ഒരു തിൻ സ്ട്രിപ്പായിട്ട് എന്താണ് കംപ്രസ് ചെയ്തു. ആ തിൻ സ്ട്രിപ്പ് എന്തായിരിക്കണം? ഷുഡ് ബി പാരലൽ ടു ദ റെഫറൻസ് ആക്സിസ്. റെഫറൻസ് ആക്സിസിന് പാരലായിട്ടുള്ള ഒരു തിൻ സ്ട്രിപ്പായിട്ട് ഞാനിതിനെ എന്ത് ചെയ്തു? കംപ്രസ് ചെയ്തു. ഓക്കെ, ഫോർ ദിസ് സ്ട്രിപ്പ് ടു ഹാവ് ദ സെയിം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഈ സ്ട്രിപ്പിന് എന്തായിരിക്കണം? ആ ഫസ്റ്റ് ഏരിയയുടെ തന്നെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കണം വിത്ത് റെസ്പെക്ട് ടു ദ സെയിം റെഫറൻസ് ആക്സിസ്. അങ്ങനെ സെയിം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആകണമെങ്കിൽ ദ സ്ട്രിപ്പ് ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് കെ ഫ്രം ദ ആക്സിസ് എ ബി. ആക്സിസ് നിന്ന് കെ ഡിസ്റ്റൻസ് മാറി വേണം എന്താണ് ആ എലമെൻ്റൽ സ്ട്രിപ്പ് അല്ലെങ്കിൽ ആ തിൻ സ്ട്രിപ്പിനെ നമ്മൾ പ്ലേസ് ചെയ്യാൻ. ഇനി നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു ഏരിയ ഉണ്ട്, ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. സോ ഇപ്പോൾ ഈ ഏരിയയുടെ മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബി ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എ ബി റെഫറൻസ് ആക്സിസിൽ ഈ ഏരിയയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? എ ഇൻറ്റു കെ സ്ക്വയർ ആയിരിക്കും അല്ലേ? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? ആർ സ്ക്വയർ ഡി എന്നല്ലേ നമ്മൾ പറഞ്ഞേ. ഓക്കെ, ആർ സ്ക്വയർ ഈസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. സോ ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് കെ സ്ക്വയർ ഇൻറ്റു ഏരിയ. സോ എ ഇൻറ്റു കെ സ്ക്വയർ ഐ എ ബി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ ഈസ് ഈക്വൽ ടു എ കെ സ്ക്വയർ. സോ ഫ്രം ദാറ്റ് കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എ ഈസ് നോൺ ആസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ഗിവൺ ആക്സിസ് എ ബി. സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്തുവാണ്? ഇക്വേഷൻ കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എ. ഓക്കെ, ഇപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, തിയറി ചോദിക്കുന്നതാണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്നുള്ള ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. സോ ഇത് ചോദിക്കുമ്പോൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഒരു എൻ്റയർ ഏരിയ അതിനെ ഒരു സ്മോൾ സ്ട്രിപ്പായിട്ട് കംപ്രസ് ചെയ്തു, അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആയി തന്നെ ആകണമെങ്കിൽ വി നീഡ് ടു പ്ലേസ് ദിസ് സ്മോൾ സ്ട്രിപ്പ് ഫ്രം എ ഡിസ്റ്റൻസ് at a distance of k from the reference axis AB. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു കെ സ്ക്വയർ. സോ കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എ. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിവൈഡ് ബൈ എ ഏരിയ. റൂട്ട് ഓഫ് ഐ ബൈ എ ഈസ് കെ, കെ ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, ഇത്രയും കാര്യമാണ് ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ നോക്കുന്നത്. ഇനി നിങ്ങൾക്ക് 2-3 തിയറംസ് ആണ് പഠിക്കാനുള്ളത്. പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആൻഡ് പാപ്പസ്-ഗോൾഡിനസ് തിയറം. ഇങ്ങനെ 3 തിയറം ഉണ്ട്. ഈ തിയറം 3 കഴിഞ്ഞിട്ട് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും, കോമ്പോസിറ്റ് ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിറ്റർമിൻ ചെയ്യാനുള്ള പ്രോബ്ലംസുമാണ് നോക്കുന്നത്. അത് ഇത്രയുമാണ് ഈ മോഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഡെഫിനിഷൻ നോക്കി, എന്താണ് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് നോക്കി, ദെൻ ഡെഫിനിഷൻ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷനും നോക്കി. ഇനിയുള്ളത് 3 തിയറംസ്: പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആൻഡ് പാപ്പസ്-ഗോൾഡിനസ് തിയറം. ഓക്കെ, ഇത്രയും നോക്കണേ. താങ്ക് യു.